കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. കൂട്ടുകാർ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകത്തിൻ്റെ കഥയായാലോ? കഥയുടെ പേര് പിപ്പി ലോങ് സ്റ്റോക്കിംഗ്. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. നിറപ്പകിട്ടാർന്ന ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെൺകുട്ടി. എന്തു ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ അച്ഛനമ്മമാർ പോലുമില്ല. അവൾക്ക് യാത്ര ചെയ്യാൻ ഒരു കുതിരയുണ്ട്, ഓമനയായി വളർത്താൻ ഒരു കുരങ്ങനുണ്ട്, പിന്നെ ഒരു പെട്ടി നിറച്ചും സ്വർണ്ണ നാണയവും. അവൾക്ക് മറ്റാരാളെക്കാളും ശക്തിയുണ്ട്, വലിയ തമാശക്കാരിയുമാണ്. ബോറടിയായി തോന്നുന്ന നിയമങ്ങളെല്ലാം അനുസരിക്കാൻ അവൾക്ക് മനസ്സില്ല. പിപ്പി ലോങ് സ്റ്റോക്കിംഗ് എന്ന ലോകപ്രസിദ്ധമായ കുട്ടിക്കഥയിലെ നായികയാണ് ആ കുട്ടി. സ്വീഡിഷ് എഴുത്തുകാരിയായ ആസ്ട്രിഡ് ലിൻഡെഗ്രെൻ 1945 എഴുതിയ പുസ്തകമാണ് ഇത്. ഒരിക്കൽ ആസ്ട്രിഡിൻ്റെ കുഞ്ഞുമകൾ അസുഖം പിടിച്ച് കിടക്കുകയായിരുന്നു. അവൾ അമ്മയോട് പറഞ്ഞു, പിപ്പി ലോങ് സ്റ്റോക്കിങ്ങിൻ്റെ കഥ പറഞ്ഞു തരൂ. ആ കുട്ടിയുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു പേര് അത്രയേ മകൾക്ക് വേണ്ടി ആ പേരുള്ള ഒരു അസാധാരണ പെൺകുട്ടിയെ സങ്കല്പിച്ചെടുത്ത് ആസ്ട്രിഡ് കഥയുണ്ടാക്കി പറയാൻ തുടങ്ങി. പിന്നീട് അതൊക്കെ എഴുതി വച്ച് പുസ്തകമാക്കുകയും ചെയ്തു. 1945 ആദ്യത്തെ പിപ്പി ലോങ് സ്റ്റോക്കിംഗ് കഥ പ്രസിദ്ധീകരിച്ചത്. ആരെയും വകവയ്ക്കാതെ സാഹസങ്ങൾക്കിറങ്ങുന്ന ആ തൻ്റെടക്കാരിക്കുട്ടി വൈകാതെ എല്ലാവരുടെയും മനം കവർന്നു. താമസിയാതെ പിപ്പിയുടെ കഥ പറയുന്ന വേറെയും പുസ്തകങ്ങൾ പുറത്തിറങ്ങി. നിറം ചേരാത്ത സ്റ്റോക്കിങ്ങുകളും ആൻറ്റിന പോലെ തെറിച്ചു നിൽക്കുന്ന പിന്നിയിട്ട തലമുടിയുമെല്ലാമുള്ള പിപ്പിക്ക് സ്വന്തം കുതിരയെ ഒറ്റയ്ക്ക് കൊണ്ട് എടുത്തു പൊക്കാനുള്ള ശക്തിയുമുണ്ട്. എന്നാൽ വിചിത്ര വേഷവും അസാധാരണ ശക്തിയും കൊണ്ട് മാത്രമല്ല ഈ കഥാപാത്രം എല്ലാവർക്കും പ്രിയങ്കരിയാവുന്നത്. അവളുടെ നർമ്മവും ദയ നിറഞ്ഞ സ്വഭാവവും കൊണ്ടുകൂടിയാണ്. ജീവിതത്തെ അല്പം വ്യത്യസ്തമായി കണ്ടാൽ അതിന് രസകരമായ ഒരു സാഹസമായി മാറ്റാം എന്നാണ് പിപ്പി ലോങ് സ്റ്റോക്കിംഗ് കാണിച്ചു തരുന്നത്. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.